ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അവാർഡുമായി ബന്ധപ്പെട്ട് മമ്മൂക്കേനെ കുറിച്ചൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തു. അതായത് മമ്മൂക്കയുടെ കരിയറിൽ 81 മുതൽ ഈ ഒരു വർഷം വരെ മമ്മൂക്കയ്ക്ക് കിട്ടിയ അവാർഡ്സിനെ കുറിച്ചും കിട്ടാതിരുന്ന പല അവാർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടന് കിട്ടിയ അവാർഡ്സുകളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മമ്മൂക്കയെ പോലെ തന്നെ 80 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷമാണ് ലാലേട്ടനും സിനിമയിൽ സജീവമാവുന്നത്. അവിടെ മുതൽ അങ്ങോട്ട് കുറേ സിനിമകൾ ചെയ്ത് 86 എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടൻ്റെ കരിയറിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വർഷമാണ്. കാരണം ലാലേട്ടൻ ആദ്യമായിട്ടൊരു ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിയ രാജാവിൻ്റെ മകനിലൂടെ എത്തിയ ഒരു വർഷമാണ്. ആ ഒരു വർഷം തന്നെയാണ് ലാലേട്ടൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സത്യൻ അന്തിക്കാട് സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ലാലേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഈ ഒരു അവാർഡ് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് 88-ൽ ഇതേപോലെ തന്നെ ലാലേട്ടനെ കുറച്ച് നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് റോൾസ് കിട്ടിയിരുന്നു. അതിൽ പാദമുദ്ര, ആര്യൻ, വെള്ളാനകളുടെ നാട്, പിന്നെ വളരെ സൂപ്പർ ഹിറ്റായ ചിത്രം. അപ്പോൾ ഇങ്ങനെ കുറേ സിനിമകൾ ആ വർഷം ലാലേട്ടനുണ്ടായിരുന്നു. ഈ സിനിമകളൊക്കെ എല്ലാം കൂടിയിട്ട് ലാലേട്ടന് അന്ന് ഫൈനൽ റൗണ്ട് വരെ എത്തിയിരുന്നു. പക്ഷേ ലാലേട്ടൻ അന്നൊരു സ്പെഷ്യൽ ജൂറി അവാർഡാണ് കിട്ടിയത്. കാരണം ആ വർഷം ബെസ്റ്റ് ആക്ടർ അവാർഡ് പ്രേംജിക്കായിരുന്നു. പിറവി എന്ന് പറയുന്ന ഒരു സിനിമ, അദ്ദേഹത്തിന് തന്നെയാണ് ആ വർഷം നാഷണൽ അവാർഡും കിട്ടിയത്. എന്തായാലും ലാലേട്ടൻ അന്ന് ഈ പറഞ്ഞ പോലെ ഫൈനൽ റൗണ്ടിൽ എത്തി, സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടി. അങ്ങനെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് അവാർഡ് ലാലേട്ടന് അടുപ്പിച്ച് 86 കഴിഞ്ഞപ്പോൾ തന്നെ 88 തന്നെ ലാലേട്ടന് കിട്ടി. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 89-ലാണ് ലാലേട്ടൻ ആദ്യമായിട്ട് നാഷണൽ അവാർഡ്, ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടണത് കിരീടം എന്ന് പറയുന്നൊരു സിനിമയ്ക്ക്. അന്ന് അപ്പുറത്ത് ബെസ്റ്റ് ആക്ടർ ആയിരുന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. മമ്മൂക്കയ്ക്കായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡും കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. ഇത് കഴിഞ്ഞ് പിന്നെ 91 എന്ന് പറയുന്ന ഒരു വർഷം, ആ വർഷം ലാലേട്ടന് വളരെ പ്രത്യേകതയുള്ള ഒരു വർഷം. കാരണം ലാലേട്ടന് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും രണ്ടും കിട്ടിയ ഒരു വർഷമായിരുന്നു അത്. അതിലും ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം അതിൽ ലാലേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയത് ഭരതം എന്ന് പറയുന്നൊരു സിനിമ. ആ ഒരു ഒറ്റ സിനിമയ്ക്കാണ് അന്ന് നാഷണൽ അവാർഡ്, ആ ഒരു സിനിമയുടെ പേരിലാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കിലുക്കം, ഉള്ളടക്കം, അഭിമന്യു, ഈ 3 സിനിമകൾക്കാണ്. ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ഞാൻ നോക്കി. ആ സ്റ്റേറ്റ് അവാർഡിൽ ഭരതമില്ല, പക്ഷേ നാഷണൽ അവാർഡിലാണ് ഭരതം ഉള്ളത്. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ അവാർഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ 2 തരം ജൂറികൾ, കേരളയും അല്ലെങ്കിൽ സംസ്ഥാന ജൂറിയും നാഷണൽ ജൂറിയും, അവരുടെ കാഴ്ചപ്പാടായിരിക്കാം അവർ കാണുന്നൊരു സിനിമകളും ആ ഒരു സിനിമകളുള്ള അവരുടെയൊക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർ കൊടുക്കുന്ന അവാർഡ്സ്. ഇപ്പോൾ ഒരു 3 സിനിമ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു സിനിമയ്ക്കായിരിക്കും അവാർഡ് കൊടുക്കുന്നത്. എന്നാൽ മറ്റേ ജൂറി ഈ ഒരു സിനിമയ്ക്കായിരിക്കില്ല, വേറെ സിനിമയ്ക്ക് അതേ നടന് കൊടുക്കും. ചിലവർ എല്ലാ സിനിമയ്ക്കും കൂടിയും അല്ലെങ്കിൽ കോമൺ ആയിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയില്ല, അതൊക്കെ ഒരു ജൂറിയുടെ അവരുടെയൊക്കെ ഓരോ എന്താ പറയുക, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഭരതം എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് അഭിനയത്തിന് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് ബെസ്റ്റ് ഫിലിം അത് ആ വർഷം ഭരതമായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ ലാലേട്ടനായതുകൊണ്ട് ലാലേട്ടന് അങ്ങനെ ഒരു അവാർഡും കൂടി വന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ 95 എന്ന് പറയുന്ന ഒരു വർഷം, കാലാപാനി, സ്ഫടികം, ഈ 2 സിനിമകൾക്ക് കൂടിയിട്ടാണ് ലാലേട്ടന് വീണ്ടും ഒരു ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതായത് നമുക്ക് പറയാം, കാലാപാനി, സ്ഫടികം രണ്ടും 2 തരത്തിലുള്ള സിനിമകളാണ്, 2 തരത്തിലുള്ള പെർഫോമൻസാണ്. പക്ഷേ അതിനെ വെല്ലുന്ന പെർഫോമൻസ് ഒന്നും ആ വർഷം വേറെ ഉണ്ടാവാത്തതുകൊണ്ട് ലാലേട്ടൻ തന്നെ ആ വർഷത്തെ അവാർഡ് തൂക്കി എന്ന് തന്നെ പറയും. പിന്നെ 99 ഈ പറഞ്ഞ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ലാലേട്ടന് ഒരുമിച്ച് കിട്ടിയത് അതൊറ്റ സിനിമയാണ്, വാനപ്രസ്ഥം. അത് നമുക്കറിയാം, അന്ന് പിന്നെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കലാഭവൻ മണിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് വാസന്തി ലക്ഷ്മിക്ക്, അന്ന് ചില ഏഷ്യാനെറ്റ് അവാർഡ് പോലത്തെ അവാർഡൊക്കെ അന്ന് കലാഭവൻ മണിക്കായിരുന്നു. പക്ഷേ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും വന്നു കഴിഞ്ഞപ്പോൾ അത് ലാലേട്ടനാണ് കിട്ടിയത്. പക്ഷെ അന്ന് കലാഭവൻ മണിക്ക് അന്ന് സ്പെഷ്യൽ അവാർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിവാദങ്ങളൊക്കെ നമുക്കറിയാം, അതൊക്കെ വേറെ കഥ. എന്നാലും ലാലേട്ടൻ 99 എന്ന് പറയുന്ന ഒരു വർഷം ഈ പറഞ്ഞ 91 പോലെ ലാലേട്ടൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു, 2005 തന്മാത്ര എന്ന് പറയുന്നൊരു സിനിമയ്ക്ക്. അത് അന്ന് പിന്നെ ആ സിനിമ റിലീസായപ്പോഴും എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, അത് ലാലേട്ടൻ തന്നെ അവാർഡ് തൂക്കുമെന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് ലാലേട്ടൻ കിട്ടി. അന്ന് പിന്നെ ലാലേട്ടനൊപ്പം തന്നെ നല്ല കട്ടയ്ക്ക് മത്സരിക്കാൻ ദിലീപ് ഉണ്ടായിരുന്നു, അന്ന് ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അന്ന് ദിലീപിന് സ്പെഷ്യൽ അവാർഡ് ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ അന്നും പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മിമിക്രി ആവുന്ന രീതിയിലൊക്കെ ചാന്തുപൊട്ടിനെയൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അത് പിന്നെ വിവാദങ്ങളൊക്കെ വേറെ വഴിക്കുണ്ട്. പക്ഷെ നമുക്ക് അപ്പുറത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ലാലേട്ടൻ തന്നെയായിരുന്നു അന്ന് ബെസ്റ്റ് ആക്ടർ. ഇത് കഴിഞ്ഞ് 2007 എത്തിയപ്പോൾ
പരദേശി എന്ന് പറയുന്ന സിനിമ. അത് നമുക്കറിയാം വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, വേറൊരു തരത്തിലുള്ള ലാലേട്ടൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പി ടി കുഞ്ഞുമോഹൻ ഡയറക്റ്റ് ചെയ്ത സിനിമ. ആ ഒരു സിനിമയ്ക്കും ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. ഇത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ 2007 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇത്ര വർഷം കഴിഞ്ഞിട്ട് 2025 ഈ ഒരു 18 വർഷക്കാലം ലാലേട്ടന് വേറൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. അതിന് പറ്റിയ സിനിമകൾ സംഭവിക്കാവുന്നതുകൊണ്ട് തന്നെയായിരിക്കാം, നമുക്ക് അത് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം എത്രയോ പേർക്ക് നമുക്കറിയാം മമ്മൂക്കിക്ക് അവാർഡ്സ് കിട്ടി, മറ്റു യുവതാരങ്ങൾ ഒരുപാട് പേർക്ക് അവാർഡ് കിട്ടി. പക്ഷേ ലാലേട്ടന് പറ്റിയ സിനിമ വന്നിട്ടില്ല തന്നെയാണ്. ഇതിനിടയ്ക്ക് 2016 ലാലേട്ടന് ഒരു സ്പെഷ്യൽ അവാർഡ്, നാഷണൽ അവാർഡ് വീണ്ടും കിട്ടിയിരുന്നു. അത് നമുക്കറിയാം അതിൻ്റെ മെയിൻ സിനിമ എന്ന് പറയുന്നത് 3 സിനിമകൾക്ക് കൂടിയാണ്. അതിലൊന്ന് പുലിമുരുകൻ, പിന്നൊന്ന് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പിന്നൊന്ന് ജനതാ ഗാരേജ്. അത് ജനതാ ഗാരേജ് ഒരു വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. തെലുങ്ക് സിനിമയായിരുന്നു. തെലുങ്കിൽ ശരിക്കും നല്ലൊരു മാസ് കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. പക്ഷേ അതിൽ ജൂനിയർ NTR ആണ് ഹീറോ എങ്കിലും നമുക്കറിയാം ലാലേട്ടൻ തന്നെയാണ് അതിൽ ഒരു പെർഫോമൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 സിനിമകൾക്ക് കൂടിയിട്ട് അന്ന് അക്ഷയ് കുമാറിനായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. പക്ഷേ ലാലേട്ടൻ അന്നൊരു സ്പെഷ്യൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ലാലേട്ടൻ അങ്ങനെ ഒരു അവാർഡ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണത്. അത് കിട്ടിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഈ പറഞ്ഞ 2007 ശേഷം 18 വർഷക്കാലം ലാലേട്ടനൊരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. നാഷണൽ അവാർഡാണെങ്കിലും ഈ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാനപ്രസന്നങ്ങൾക്ക് ശേഷം ലാലേട്ടനും വലിയ അവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾ ഇപ്പോൾ നമുക്കറിയാം ഈ വർഷം കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഹിറ്റ് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷം തുടരുമെന്ന് പറയുന്ന ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ലാലേട്ടൻ പെർഫോം ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അപ്പോൾ മമ്മൂക്കയുടെയും ഗംഭീരമായിട്ടുള്ള കളങ്കാവൽ പോലത്തെ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കിനിപ്പോൾ ലാലേട്ടൻ അടുത്ത വർഷം അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷം അറിയാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവാർഡ്സ് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാര്യമാണ്, ഇപ്പോൾ മമ്മൂക്കയുടെ അവാർഡ്സ് കിട്ടിയതിനെ കുറിച്ചും ഇപ്പോൾ ലാലേട്ടനെ കിട്ടിയതിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഭരതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഭരതത്തിന് നാഷണൽ അവാർഡ് കിട്ടി, പക്ഷേ സ്റ്റേറ്റ് അവാർഡിൽ ഭരതമില്ല. സ്റ്റേറ്റ് അവാർഡ് വേറെ സിനിമകളാണ്. അപ്പോൾ ഈ ജൂറിയുടെ അഭിപ്രായങ്ങളും ചിലപ്പോൾ അവരുടെയൊക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെന്താണെന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലാലേട്ടൻ്റെ അവാർഡ് കിട്ടിയ പല സിനിമകളെക്കുറിച്ച് പല വർഷങ്ങൾ പറഞ്ഞു. ഇത് ലാലേട്ടൻ എത്രയോ സിനിമകൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ മമ്മൂക്കയുടെ കുറിച്ച് പറഞ്ഞാൽ അമരത്തിനൊക്കെ മമ്മൂക്കൊക്കെ അവാർഡ് മിസ്സായി പോലെ ലാലേട്ടൻ എന്ന തന്മാത്രയ്ക്കൊക്കെ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എത്രയോ പെർഫോമൻസുകൾ. അപ്പോൾ അങ്ങനെ ലാലേട്ടന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന ഏതെങ്കിലും സിനിമകൾ പെർഫോമൻസ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യാം.